ഹലോ എവരിവൺ, മാച്ച് ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ഓവർനൈറ്റ് ഓട്സ് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും തോന്നി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ റെസിപ്പി ഇവിടെ ഇരുന്നത്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് ഓട്സാണ് ഞാൻ തയ്യാറാക്കിയത്. അപ്പോൾ 2 ഗ്ലാസ് എടുത്തു. അതിനകത്തേക്ക് മൊത്തം 4 ടേബിൾ സ്പൂൺ ഓട്സാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ 3 ടേബിൾ സ്പൂൺ ഓട്സ് 2 ഗ്ലാസ്സിലേക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് പാല്, തിളപ്പിച്ചാറ്റിയ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാലിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഞാൻ പാല് ഒരു 1/4 കപ്പ് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഹെൽത്തി ആയിട്ടുള്ളതായതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ചിയാ സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് എത്രത്തോളം ഭംഗിയാക്കുക എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. അപ്പം നമ്മളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് നമുക്കത് ഹെൽത്തി ആക്കി എടുക്കണം. അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് അവക്കാഡോ പിന്നെ കുറച്ച് സ്ട്രോബെറിയാണ് ചേർത്ത് കൊടുത്തത്. എൻ്റെ അഭിപ്രായത്തിലുണ്ടല്ലോ സ്ട്രോബെറി മസ്റ്റായിട്ടും ചേർക്കണമെന്നാണ്. അതിങ്ങനെ നല്ല തിക്കായി പിറ്റേ ദിവസം രാവിലെ ആ സ്ട്രോബെറിയുടെ കളറും കൂടെ കാണുമ്പോൾ തന്നെ അത് കഴിക്കാൻ തോന്നും. വളരെ ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന യോഗട്ടാണ്. മാംഗോ ഞാൻ ഒഴിവാക്കി, കാരണം മാംഗോ ഫ്ലേവറുള്ള യോഗട്ടാണ് കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ ബോട്ടിലായിരുന്നു. അപ്പോൾ അത് 2 ഗ്ലാസ്സിലേക്കായിട്ട് ഞാനതങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ മധുരം വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തേനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 2 ഗ്ലാസ്സിലേക്കും ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ യോഗട്ടിനും ഒരു ചെറിയ മധുരം ഉണ്ടല്ലോ. പിന്നെ ലാസ്റ്റ് ഒരു സ്പൂണും കൂടെ ബാലൻസ് ഉണ്ട്. ഞാൻ 4 ടേബിൾ സ്പൂണാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ 4ാമത്തെ സ്പൂൺ ഓട്സും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓവർനൈറ്റ് ഓട്സ്. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചു കേട്ടോ. തണുപ്പൊക്കെ നിറഞ്ഞ, കാരണം നല്ല കട്ടിക്കാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ തണുപ്പൊക്കെ ആറിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എടുത്ത് വെച്ചു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റൈറ്റായിട്ട് തോന്നിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഓവർനൈറ്റ് ഓട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു തരം മേക്കപ്പ് ചെയ്യുന്ന പോലെ എത്രത്തോളം സാധനങ്ങൾ ഇട്ട് നന്നാക്കാൻ പറ്റുന്നോ അത്രത്തോളം സാധനങ്ങൾ ഇട്ട് നമുക്ക് നന്നാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ്.